എല്ലാവർക്കും മല്ലവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമാണ് ബൾട്ടി, വിലായത്ത് ബുദ്ധ എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് സുഖമാണ് എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു റൊമാൻറ്റിക് ഫാന്റസി കോമഡി സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് സുഖമാണിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈമിൽ ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെ പറ്റിയാണ്. മമ്മൂട്ടി നായകനായ ബസൂക്ക എന്ന സിനിമ ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ബസൂക്കയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ബസൂക്കയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ ആദ്യവാരം തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് വിലായത്ത് ബുദ്ധ എന്ന സിനിമയെ പറ്റിയാണ്. വിലായത്ത് ബുദ്ധ ഇപ്പോഴിതാ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വിലായത്ത് ബുദ്ധ ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ ആദ്യവാരം തന്നെ വിലായത്ത് ബുദ്ധയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് മെർമെയ്ഡ് എന്ന സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു മൂവിയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു മൂവിയുടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. അടുത്തൊരു അപ്ഡേറ്റ് ദൃശ്യം 3 എന്ന സിനിമയെ പറ്റിയാണ്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഈ ഒരു സിനിമ ഇപ്പോഴിതാ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിനിമ അടുത്ത മാസം തന്നെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്തായാലും ജിയോ ഹോട്ട്സ്റ്റാർ ആയിരിക്കാം ഈ ഒരു സിനിമയുടെ OTT വാങ്ങിക്കാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പള്ളിച്ചട്ടമ്പി എന്ന സിനിമയെ പറ്റിയാണ്. ടൊവിനോ തോമസ് നായകനായ ഒരു പീരീഡ് ആക്ഷൻ ഡ്രാമ സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ഇപ്പോഴിതാ പള്ളിച്ചട്ടമ്പിയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. 1950കളുടെ അവസാനത്തിൽ കേരളത്തിലെ മലനിരകളിലെ കുടിയേറ്റ കർഷകരുടെയും ജീവിതത്തെ പറ്റിയാണ് ഈ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ അടുത്ത മാസം തന്നെ ഈ ഒരു സിനിമയുടെയും OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് അനോമി എന്ന സിനിമയെ പറ്റിയാണ്. ക്രൈം സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ് അനോമി. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ജൂൺ അവസാന വാരമായിരിക്കാം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ആഹ്ലാദം എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമ ഇമോഷണൽ എന്റർടൈൻമെന്റുമാണ് ഈ ഒരു സിനിമ. ഇപ്പോഴിതാ ഈ ഒരു സിനിമ അടുത്ത മാസം തന്നെ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് കറുപ്പ് എന്ന സിനിമയെ പറ്റിയാണ്. സൂര്യ നായകനായ തമിഴ് ഫാന്റസി ആക്ഷൻ സിനിമയാണ് കറുപ്പ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെയും OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മെയ് 15-നായിരുന്നു ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസായത്. ഇപ്പോൾ തന്നെ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചത് നെറ്റ്ഫ്ലിക്സ് ആണ്. അടുത്ത മാസം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന ദിലീപ് നായകനായ സിനിമയെ പറ്റിയാണ്. തങ്കമണി ഒരു മലയാള ക്രൈം ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ തങ്കമണിയുടെ OTT സൈനപ്ലേ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ വാരം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് പാട്രിയോട്ട് എന്ന സിനിമയെ പറ്റിയാണ്. മമ്മൂട്ടി നായകനായ മോഹൻലാലും ഒന്നിച്ചെത്തിയ സിനിമയാണ് പാട്രിയോട്ട്. സ്പൈ പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയാണ് പാട്രിയോട്ട്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT C5 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ 5-ന് തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അവസാനത്തെ അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയെ പറ്റിയാണ്. സൈനിക നായകനായ ബൾട്ടി ഒരു സ്പോർട്ട് ആക്ഷൻ സിനിമയാണ്. ഇപ്പോഴിതാ ബൾട്ടിയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ജൂൺ അവസാന വാരം തന്നെ C5-ൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.